ഇല്ലതു തുടരട്ടെ എല്ലാ ഹേറ്റേഴ്സ് പോരട്ടെ ഈ കളി ഫെയിലാകണത് നീ തന്നെ ക്രോസന്റെ മത്സരമെന്നോട് തന്നെ. എന്താണെന്നുള്ള നോക്കണ്ട, പുതിയ ചാനലാണ്, പുതിയ വീഡിയോ ആണ്. തുടക്കം തന്നെ ഗെയിമിനായിട്ട് അങ്ങ് മിന്നിക്കേക്കാന്ന് വിചാരിച്ചു. പക്ഷേ മിന്നിക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ എൻ്റെ കൂടെ വന്ന് ചെറുക്കൻ ഒരേ മിന്നിക്കൊക്കെ തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ നോക്കുവാണെങ്കിൽ തന്നെ നമ്മൾ ക്ലാഷ് കോഡ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് 45 സ്റ്റാറായി. ഒരു 5 സ്റ്റാറോടെ മതിയായിരുന്നു മാസ്റ്റർ ആവാൻ. ഓക്കെ, അപ്പോൾ ഞാൻ സി എസ് എസ് സ്റ്റാർട്ട് ചെയ്ത് കളിക്കാൻ തുടങ്ങി. WSP എടുത്തുകൊണ്ട് കയറി ചെന്നു. പക്ഷേ അവിടെ എനിക്ക് തെറ്റിപ്പോയി. അവിടെ 3 പേരുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവന്മാരൊക്കെ ഓരോരുത്തരായിട്ട് അടിച്ചിട്ടായിരുന്നു. പക്ഷെ ഞാൻ ചുരുക്കം പോലെ കളിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ കണ്ടു നോക്കുക ജസ്റ്റ്. ഞാൻ നേരെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് ആ 3 പേര് ഇറങ്ങി ഇങ്ങോട്ട് വരും. അപ്പം ഞാനങ്ങ് വല്ലാണ്ടായി. ഓക്കെ, കാണിച്ചു തരാം. അങ്ങോട്ട് ചെല്ലും, ഞാൻ ഇങ്ങോട്ട് ചാടും. അപ്പോൾ കണക്കണം 3 പേരാണ്. ഒറ്റയ്ക്ക് 3 പേര് വന്നു. ഒറ്റയ്ക്ക് ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല. ചെറിയ മഴയുണ്ട്, എൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. എല്ലാവർക്കും ഹെഡൊക്കെ കൊടുത്തു, എല്ലാവർക്കും ഓരോന്ന് വെച്ച് കൊടുത്തു. 110, 20, 15. അപ്പോൾ ഞാനൊരു ബാക്കി 50 ടിക്കറ്റ് അകത്തുണ്ടായിരുന്നു. ഞാൻ പിന്നെ റിപ്ലൈ നോക്കിയില്ല. റിപ്ലൈ നോക്കാനുള്ള ആവശ്യമില്ലായിരുന്നു എനിക്ക്. ഓക്കെ, അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ പയ്യന്മാരൊക്കെ ഒരേ ഫൈറ്റിങ്ങിലായിരുന്നു. ഇതിൽ ഈ മാരി എന്ന് പറയുന്ന പ്ലെയർ എൻ്റെ ആരുമല്ല, എനിക്ക് റാൻഡമായിട്ട് കിട്ടിയതാണ്. മലയാളിയാണ്. ഓക്കെ, അപ്പോൾ ഇതിലാണെങ്കിൽ ഒരു പ്ലെയർ ഒരേ കളി എന്ന് പറഞ്ഞാൽ പോലെ ഒരേ കളി, പേര് സ്പൈഡർ മാൻ. എനിക്ക് അറിഞ്ഞൂടാ, അത് ബംഗാളിയാണെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം ഞാൻ ഇടയ്ക്ക് മാച്ചിൽ വെച്ച് മൈക്ക് ഓൺ ആക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് ബംഗാളിയാണെന്ന്. മലയാളിയായിരുന്ന വൈബായിരുന്നു കേട്ടോ. ചെറുക്കൻ കിട്ട് കളിയായിരുന്നു. എനിക്ക് അവനെ വെച്ചിട്ട് തന്നെ റാങ്കൊക്കെ പുഷ് ചെയ്യായിരുന്നു. ഇതിൽ നമ്മളെല്ലാം ഇടും, BR ഇടും, എല്ലാം ഇടും. CS ഇടും, BR ഇടും. ഇദ്ദേഹത്തിനാണെങ്കിൽ വെട്ടാനും അറിയത്തില്ല. അവിടെ ചെന്നിട്ട് അങ്ങ് ലോങ് നിന്നിട്ട് വെട്ടിക്കൊണ്ട് പോകും. കണ്ടോ, അവന് സുഖമായിട്ട് അടിച്ചിട്ടായിരുന്നു. അപ്പം ഞാൻ വല്ല പറഞ്ഞാൽ സുഖമായിട്ട് അടിച്ചിട്ടായിരുന്നു. കണ്ടോ അവന് അടി കൊള്ളിക്കാനും അറിഞ്ഞൂടാ. ഇത് ഏത് ക്യാരക്ടറാണ് ഇങ്ങനെ ഡാമേജ് കിട്ടും തോറും ഇങ്ങനെ ഹീലാവണമെന്ന് അറിയാൻ വയ്യ. ഓക്കെ, കണ്ടോ പയ്യൻ കിടക്കുമ്പോഴത്തെ റേസ് എടുക്കാൻ പോവുകയാണേ. കണ്ടോ കിടുക്കളിയാണ് പയ്യൻ. സെക്കൻഡ് റൗണ്ടിൽ എന്തെങ്കിലും ഒരു കില്ലെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ്. പക്ഷേ ഈ കളി ഒന്നും എനിക്ക് കില്ലെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നോക്കിയോ, ഞാൻ MP5 എടുത്തു, പിന്നെ ഓഗ് എടുത്തു. ഓഗ് വെച്ചിട്ട് കളിക്കാൻ പറ്റുമോ? ഇതിൽ കളിക്കാനും പറ്റിയില്ല. സെക്കൻഡ് റൗണ്ടാണെങ്കിൽ തൊടാൻ പറ്റില്ല എനിമിനൊന്നും. നല്ല സങ്കടമായിപ്പോൾ എനിക്ക്. മനസ്സിലായോ? PC5. ഓക്കെ, ഇവിടെ നിന്ന് കറണ്ടില്ല, അതാണ് പ്രശ്നമാണത്. എനിക്ക് ചിലപ്പം ഫോണ് ചാർജ് കുറവാണ്. ഓക്കെ, അപ്പം ഞാൻ നേരെ ചെല്ലുന്നു, ഓകം കൊണ്ട് ഞാൻ ചെല്ലും. പക്ഷേ ആരും അടിക്കാൻ പറ്റാതെ സങ്കടപ്പെട്ട് ഞാൻ തിരിച്ചു വരും. ഇതായിരുന്നു എൻ്റെ അന്ത്യം. ഓക്കെ, ഇവിടെ വന്ന് ചുമ്മാ നമ്മൾ സ്കോപ്പ് ഓണാക്കി അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എനിമി അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർ ലോക്കാവും. അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് ചെന്നത്, പക്ഷേ നടന്നില്ല, കാര്യം ഉണ്ടായില്ല. രക്തം കൊണ്ടു ഞാൻ എഴുതിയ വടി ചന്ദനം മണക്കില്ല കരുത്ത ശക്തിയൻ. ഓക്കെ, എന്നിട്ട് നേരെ നമ്മൾ ബേക്കിലോട്ട് പോയി. മനസ്സിലായോ? അവിടെ നോക്കുമ്പോൾ എൻ്റെ ഒരുത്തൻ വീണു. അവന് നമ്മളെ പ്ലെയർ മിക്കുള്ളവരും തീർന്നു. ഞാൻ ഓടിച്ചെന്നു. ഈ റൗണ്ട് തോക്കുന്നു, ജയിക്കും. ഈ റൗണ്ട് നമ്മളെ ജയിക്കും. മനസ്സിലായോ? ഞാൻ ഇവിടെ നിന്ന് അവന് കുറേ അടി കൊടുക്കാൻ നോക്കും. പക്ഷേ അതൊന്നും കൊള്ളാതെ നമ്മൾ ഇഞ്ചിയായി പോകും. എന്നെ ബേക്കിൽ നിന്ന് അടിച്ചിട്ടും. ഇതെന്നെ ഞാൻ ഓടുന്നിടത്തോട്ട് എനിമിയാണ്. കണ്ടോ, എൻ്റെ ലക്ക് കാണണം. ഇതാണ് എൻ്റെ ലക്ക്, ഇത് മനസ്സിലാക്കുക. ഈ ചെറുക്കൻ ഏക്കിയിട്ട് ഒരേ കളി കളിച്ചു. ഈ കളി ഒരു ട്രിപ്പിൾ ഐസാണ്ട് എടുക്കും. അല്ല, ഈ കളി അവൻ തോക്കുമോ? അല്ലല്ല, ഇവ ഈ കളി ഐസ് എടുക്കും. 2 കളി ഐസ് എടുക്കും. പൊമ്പോ ചെറുക്കൻ ഫോണിൽ കളിയായിരുന്നു അവിടെ വെച്ച്. വല്ലാണ്ടായി. രക്തം കൊണ്ടു ഞാൻ എഴുതിയ വടി ചന്ദനം മണക്കില്ല. കണ്ട കിട്ടുകളി. അവൻ ഇതുവരെ ഞാൻ നോക്കിയതാണ്, ഇവ ഐസാണോ ണ്ട്. ഇവ ഉള്ളതുകൊണ്ട് കളി ജയിച്ചെന്നാണ് പറയും. ഞാൻ വലിയ ഉറപ്പായിട്ടും പൊട്ടീനെ. അടുത്ത റൗണ്ട് എത്തി. ഡെയിലി പറഞ്ഞ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഏകദേശം 4 മാസമായി. വീഡിയോ ഇടാൻ ഒരെണ്ണം ഇട്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അത് പക്ഷെ നല്ല ഗെയിം പ്ലേ ആയിരുന്നു. അതിലൊരു 13 കില്ലൊക്കെ വെച്ച് കിടക്കുമ്പോഴത്തെ കളിയായിരുന്നു. ഒരു 5-6 ദിവസമൊക്കെ എടുത്തു. പക്ഷേ ആ വീഡിയോ എൻ്റെ നിന്ന് പോയി. ഓക്കെ, അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് തിരിച്ച് ഗെയിമിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ 2 ഗ്ലൂ വാളും UMP എടുത്തിരുന്നു. പക്ഷേ അതിൽ ഹെഡ് അടിക്കാൻ പറ്റിയെന്നുള്ളൂ. പക്ഷെ അവൻ വീണില്ല. അല്ല, UMP ഈ കളിയിലല്ല തോന്നുന്നു ഹെഡ് അടിക്കുക. ഈ കളി അവൻ എന്നെ ഹെഡ് അടിച്ച്. അതാണ് ഹെഡ് അടിച്ച് തലയൊക്കെ പൊളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ്. പക്ഷെ ഒന്നും നടന്നില്ല. ഇവൻ ഓടിച്ചെന്ന് വീണു. മനസ്സിലായോ? ഞാൻ കൂടെ ചെന്ന് വീണു. ഓടി അവിടെ നിന്ന് അവൻ്റെ 50 ഡാമേജ് കിട്ടി. അതാണ് വീണത്. മനസ്സിലായോ? അല്ലെങ്കിൽ എനിക്ക് ഇച്ചിരി കൂടെ ടൈം കിട്ടിയാണ്. കണ്ട, എന്നെ പേടിച്ചിട്ടു. ഞാൻ ഗ്ലൂ ഇടാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷേ കണ്ട ഒരു
കൈ ബേക്കിലോട്ട് പോയത്. ഞാൻ ഗ്ലൂ വാൾ ഇടാൻ വേണ്ടി വെച്ചാൽ അതിന് മുന്നേ അവൻ അടിച്ച് കൊന്നു. പക്ഷേ ഞാൻ ഗിയോ പഠിക്കേണ്ടി വന്നില്ല. കാര്യം മറ്റേ പ്ലെയർ കിടക്കം പോലെ കളി കളിച്ച് ഈ ഒരു റൗണ്ട് ട്രിപ്പിൾ എടുത്തു. കിടക്കും പ്ലെയർ അവൻ്റെ ഗെയിം പ്ലേ ഉണ്ടല്ലോ, ബംഗാളിയാണെന്ന് പറയത്തില്ല. അല്ല, ബംഗാളികൾ കളിക്കും, അത് പറയും. ഈ കളിയും ചെറുക്കൻ കാരണം നമ്മൾ ഇതായി. ചെറുക്കം ഉള്ളതുകൊണ്ട് നമ്മൾ പോന്നു. ഇപ്പോൾ വന്ന് അവനെ കളിക്കണേ ഞാനാ കളിക്കണേ എന്നായിപ്പോയി. ഓക്കെ, എന്നാൽ ആ മാരീൻ്റെ അടുത്ത് ഞാൻ മൈക്കോണാക്കിയിട്ട് സംസാരിച്ചിട്ട് മൈൻഡ് ചെയ്തില്ല. മനസ്സിലായി കാണും, ഫസ്റ്റ് റൗണ്ട് തന്നെ മനസ്സിലായി കാണും ന്യൂബാണെന്ന്. ഓക്കെ, ഇതിൽ നമ്മൾ യൂമിയും ഗ്രോസ് എടുത്തിട്ടുണ്ട്. പൈസ അതിൽ എടുത്തതാണ്. പക്ഷേ ഈ കളി നമ്മൾ നേരെ പൊട്ടും. അവസാനം അവന്മാർ കംബാക്ക് അടിക്കും, കാണിച്ചു തരാം. പക്ഷേ നമ്മൾ ഏതാ പ്ലെയർ എന്ന റേഞ്ചൂടെ നമ്മൾ കളി എടുക്കും മച്ചാനെ. ഇവിടെ കുറേ ഹെഡ് കൊടുത്തു, മനസ്സിലായി. നമ്മൾ കുറേ ഹെഡ് കൊടുത്തു, കണ്ടില്ല ആകുണ്ടോ, കുറേ ഹെഡ് കൊടുത്തു, മനസ്സിലായി. പക്ഷേ ഒന്നുമില്ലടാ, കുറേ ഹെഡ് കൊടുത്തിട്ടും കാര്യമൊന്നും ഇല്ലാത്തതാണ് കഴിയുന്നത്. കാരണം അവിടെ എനിമില്ല. ഞാൻ ഇവിടെ നിന്ന് വന്ന് ഒരു 78-76 കണ്ട് കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് അവൻ്റെ MP40 വെച്ച് സുഖമായിട്ട് അടിച്ചത്. അതിൽ ഏറ്റവും വലിയ കാര്യം അവൻ ഒരു റെഡ് നമ്പർ പോലും എനിക്ക് തന്നില്ല എന്നുള്ളതാണ്. കണ്ടു നോക്കി അവൻ്റെ MP40 പവർ. അപ്പോൾ എനിക്ക് തന്നെ ഇതാണ് കോബ്രയെന്ന്. ഓക്കെ, പക്ഷെ എന്തുവാടാ നമ്മൾ പിന്നെ പൊട്ടനാ. ഈ കളിയും ജയിക്കും, ഈ കളിയും ചെറുക്കും ഒരു ട്രിപ്പിൾ എടുക്കും, മനസ്സിലായി. ഈ കളി ജയിക്കും, അല്ല ഈ കളി ജയിക്കും. വൈപ്പ് വരും, അല്ലല്ല ഈ കളി തോക്കൂടാ, ഈ കളി തോക്കുവാണ് ചെയ്യുന്നത്, മനസ്സിലായോ. മൊത്തത്തിൽ 12 മിനിറ്റ് ഉണ്ടല്ലേ വീഡിയോ. അത് എനിക്ക് ഈ ഒരു യൂട്യൂബിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും അറിഞ്ഞൂടാ, അത് വേറൊരു കാര്യം. അതുകൊണ്ട് തന്നെ ചെറിയ ഇഷ്യൂസും ചെറിയ പ്രോബ്ലംസും വരാൻ നല്ല ചാൻസ് ഉണ്ട്, മനസ്സിലായി. ആ പൊട്ട ഇനിമയെ കണ്ടില്ല. പക്ഷെ ഞാൻ വല്ലതുമാണ് ഈ സ്ഥലത്ത് ഇരുന്നത്, ഞാൻ കൃത്യമായിട്ട് കണ്ടേനെ, കൃത്യമായിട്ട് കണ്ടേനെ. അവന് VSSന് വണ്ടാ പഠിക്കായിരുന്നു, അല്ലെങ്കിൽ MP40 വെച്ച് അവന് വണ്ടാ പഠിക്കായിരുന്നു. കാരണം ആ അവസ്ഥയാണ് എനിക്കിപ്പോൾ ഉള്ളത്. അത് പക്ഷേ ഇത്തവണ ഈ പൊട്ടൻ എന്തൊക്കെ കാണിക്കും, ഇങ്ങനെ കളി പോകുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ജയിക്കില്ലാന്ന് തോന്നുന്നു, ഇവന് ജയിപ്പിക്കാൻ പറ്റത്തില്ല ഗെയിം പ്ലേ. കണ്ട ഈ പൊട്ടൻ ഇട്ട ഗ്ലൂ വാൾ ഇച്ചിക്കൂടെ ഇങ്ങോട്ട് ഇട്ടിരുന്നെങ്കിൽ അവൻ എടുക്കാമായിരുന്നു കളി ഇച്ചിക്കൂടെ നല്ലോണം. അതിൻ്റെ MP5 ഇട്ട് സ്കാർ ഇട്ട് അടുത്ത കളി ഒരു കിടുക്കും പോലെ ഒരു ഹെഡ് അടിക്കും. ഞാൻ അങ്ങോട്ട് ഹെഡ് കൊടുക്കും, ഇവന് ഈ ഹെഡ് കൊടുക്കാൻ പറ്റില്ല. അവൻ പക്ഷേ ഇങ്ങോട്ട് കേടു ഹെഡാണ്. ഞാനും കൊടുക്കും, പക്ഷെ അതൊന്നും ചാവത്തില്ല. ഇനിമി എന്തിട്ടാണോ എനിക്ക് മാത്രം അങ്ങനെ. ഞാൻ ഹെഡ് അടിക്കുമ്പോൾ ഇനിമി ചാവത്തില്ല. അതിന് പകരം അവന്മാർ വല്ലതും ഇട്ട് അടിക്കുവാണെങ്കിൽ കിടുവായിട്ട് ചത്തേനെ. ഓക്കെ, ഇതിൽ ഞാൻ എന്താ ഇത് MP40നും ഒരു ഗ്ലൂ വാൾ എടുത്തു, അതിനുള്ള പൈസ ഉള്ളായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഇതിൽ തന്നെ അറിയാതെ എൻ്റെ കൈ കയറി തട്ടിയ ഒരു ഗ്ലൂ വാൾ ഇങ്ങ് വീഴും. പിന്നെ ഗ്ലൂ വാളില്ലാതെ ഓപ്പണിൽ നിന്ന് ഞാൻ ഫൈറ്റ് ചെയ്യണം. കണ്ടോ, ഞാൻ നേരെ കയറി ചെല്ലും. പക്ഷെ ഇവിടെ എനിക്ക് ഒരു നിസ്സഹായ തന്നെ ആയി ഞാൻ ഇവിടെ നിൽക്കണതാണ്. കണ്ടോ, ഞാൻ ഇപ്പോൾ ഇതിൽ നിന്നൊരു AW എനിക്ക് കിട്ടും. അത് ഏത് ലോജിക്കാണ് ഇവിടെ നിന്ന് ഇപ്പോഴും AW തന്നെ കിട്ടണേ. രണ്ടാമത്തെ റൗണ്ടിലല്ലേ AW കിട്ടും. ഞാൻ അടച്ചു, അത് ഒന്ന് പോയി. ഒരു മെഡൂടെ അടിക്കും, എനിക്ക് രണ്ടാമത് അടിക്കാൻ ചെല്ലും, 2 പോയി. മൂന്നാമത്തെ ഗ്ലൂ വാൾ പൊട്ടിക്കാൻ നോക്കിയതാണ്, 4 പോയി. കണ്ടോ AW വെച്ച് ഒരേ തോൽവി, മനസ്സിലായോ, ഒരേ തോൽവി. എന്നിട്ട് ഇതിൽ നമ്മുടെ പയ്യനും പൊട്ടും, ഇവന്മാരും പൊട്ടും. എന്നെ അടിച്ച് ഞാൻ നോക്കിയതാണ്, മനസ്സിലായോ. ഞാൻ എന്നെ അടിച്ച് നോക്കാൻ പോയപ്പോൾ തന്നെ കളിയൊക്കെ തീർന്നു. ഓക്കെ, ട്രോഗൺ എടുത്തു, പക്ഷേ ഈ കളിയും നോ ഗതി. മുന്നേ ട്രോഗൺ ഇട്ട് കളിക്കുമായിരുന്നു. കാര്യം ഈ ട്രോഗൺ ഇറങ്ങി 1 മാസം കളിക്കത്തില്ല, അത് കഴിഞ്ഞും കളിക്കുമായിരുന്നു. കാര്യം ഞാൻ ഏത് കണ്ണ് തരുമെന്ന് പറഞ്ഞാൽ കളിക്കുമായിരുന്നു. ഇപ്പം ഞാൻ പിന്നെ മാഗ് ഉപയോഗിക്കും. BRൽ മാഗിട്ട് അങ്ങോട്ട് ചെല്ലും, എന്നിട്ട് ഈ ഒരു കൈ ഇങ്ങോട്ട് എടുക്കും, എന്നിട്ട് ഫയർ ബട്ടണിലേക്ക് ഞെക്കി ഇങ്ങ് വെച്ചേക്കും ഒരു കൈ വെച്ചിട്ട്. അപ്പോൾ അവിടെ കറുപ്പ് വീണ്. ബട്ട് ഇവിടെ വെച്ച് തന്നെ അടിച്ചിട്ടാ കണ്ടോ കാരണം എനിക്ക് മാത്രം ഇങ്ങനത്തെ അവസ്ഥ. ഞാൻ ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചാവും, മനസ്സിലായോ. ഈ റൗണ്ടും നമ്മൾ നോക്കും. രക്തം കൊണ്ട് ഞാൻ എഴുതിയ ചന്ദനം മണക്കില്ല. പക്ഷേ ഇതിലും സ്പൈഡർമാൻ എന്ന് പറഞ്ഞ ചെറുക്കൻ കിട്ടുകളി കളിക്കും. ഇതിലാണ് അവൻ മൈക്കോണാക്കണം, മനസ്സിലായോ. കണ്ടോ,
അവനെ എങ്ങനെയൊക്കെയോ അടിച്ചിട്ടു. ഇവന്മാർ ഒടുക്കത്തെ ഇതായിരുന്നു. പക്ഷെ അവസാന റൗണ്ട് ഉണ്ടല്ലോ എനിക്ക് ദേഷ്യം വന്നു. അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നെ കൊണ്ട്. നല്ല സങ്കടം ഉണ്ടായിരുന്നു. MP5 മാക്സ് ആക്കി, പിന്നെ ഒരു ഗ്രോസ് എക്സും വാങ്ങിച്ചു. ഇപ്പം നിങ്ങൾ ആലോചിക്കും മര്യാദയ്ക്ക് കളിക്കാൻ പറ്റാത്ത ഗെയിം പ്ലേ ആവാൻ എന്തിനായിട്ട് അല്ലേ? ഇതാണ് ഞാൻ സത്യസന്ധനാണ്, അല്ലാതെ കളിക്കാൻ പറ്റാത്തതൊന്നുമല്ല. കളിച്ച കളിയെല്ലാം പൊട്ടിയോണ്ടുമല്ല. മനസ്സിലായല്ലോ? ഇതിൽ നമ്മൾ ഏതൊക്കെ എണ്ണ എടുത്തതെന്നറിയോ? MP5 മാക്സ്, ഗ്രോസ് എക്സ്, 3 ഗ്ലൂ ആണ്, പിന്നെ വെസ്റ്റ് ലെവൽ 4, ഹെൽമെറ്റ് ലെവൽ 3. ഓക്കെ, നമ്മൾ നോക്കുമ്പോഴത്തേക്കും ബേക്കുന്ന അവിടെ ഫുള്ള് എനിമീസ് ആയിരുന്നു. ഞാൻ ഇവിടെ നിന്ന് ഒരുത്തം വരും, അവന് ഒരു 103 കൊടുക്കാനേ പറ്റത്തുള്ളൂ. അതിനുശേഷം ഞാൻ താഴോട്ട് ചെല്ലും. എനിക്ക് ഇവ ഒളിച്ചിരുന്നടിക്കും. പക്ഷേ ഞാൻ 103 കൊടുത്തിട്ടുള്ളതുകൊണ്ട് മറ്റേ പ്ലെയറിന് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ പയ്യനെ ഓടി വന്ന് പൊക്കും. മനസ്സിലായോ? ഞാൻ നോക്കില്ല, ഫ്രണ്ട് ഗ്ലൂ ആയിട്ട് അവൻ ഇടിച്ചങ്ങ് ഉറക്കും. മനസ്സിലായോ? എന്നിട്ട് ഞാൻ ഇവിടെ മെഡിക്കറ്റ് ടൈമിൽ അവന്മാർ കളി തീർക്കും. അങ്ങനെ എന്നിട്ടാണെന്ന് അറിയാം. പക്ഷേ എനിക്ക് ഒരു കില്ല് പോലും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അത് ശ്രദ്ധിച്ചോ നിങ്ങൾ? എന്നിട്ട് ഞാൻ ഇപ്പോൾ ഓടും, ഒരൊറ്റ ഓട്ടം ഓടിക്കൊടുക്കും. ഇവിടുന്ന് ഞാൻ യവന്മാരെ പിന്തുടരും. ഞാൻ ഒറ്റയ്ക്ക് പോയ ചാവുമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോഴേ അതുകൊണ്ട് യവന്മാരെ പിന്തുടരും. ഇവിടെ ആകുമ്പോൾ ഞാൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അത് എനിമിയാണെന്ന്. എനിക്ക് അവനെ ഒരു കുറച്ച് കൊടുക്കുന്ന ടൈമിൽ തന്നെ അവൻ പിന്നെ കവർ എടുക്കും. ഫുദ്ദി ഫാൻ. എന്നിട്ട് ഞാൻ അടുത്തായിട്ട് ഇവിടെ നിന്ന് മറ്റേ ഒരു സാധനമില്ലേ, ഈ ഒരു സാധനം എടുത്ത് എറിയുമ്പം അവിടെ നിന്ന് താഴെ ഇറങ്ങും. ഞാൻ ശ്രദ്ധിക്കൂല. പക്ഷേ ഞാൻ ഇവിടെ ശ്രദ്ധിക്കാൻ ഞാൻ അവിടെ ചെല്ലും. അപ്പോഴാണ് കാണുന്നത് എനിമി അതിൻ്റെ പിന്നെ ഒരു ഹെഡ് കൊടുക്കും. നേരെ ബേക്ക് വന്നിട്ട് കണ്ട അവൻ എന്നെ എങ്ങനെ അടിച്ചാന്നോ. എനിക്കത് റീപ്ലേ കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ കാണാൻ പറ്റിയില്ല. അത് വന്നില്ല. കാര്യം ഞാൻ ഗിയോ പഠിക്കുന്ന മുമ്പ് കളി തീർത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇതിലൂടെ അകം തന്നെ ഞാൻ 46 സ്റ്റാർ എന്ന് പറയുന്നൊരു സ്റ്റാർ എത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ 2-3 മാസ്റ്റർ അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പോയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത വീഡിയോ ഇതിൽ കൂടെ സെറ്റാക്കി കളിക്കാൻ നോക്കാം. ഓക്കെ.